സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചി കായൽ തീരത്ത് മാനുഷിക സ്നേഹത്തിന്റെ പുതുചരിത്രമെഴുതി കേരള യാത്ര. മറൈൻ ഡ്രൈവിൽ വൻ ജനമുന്നേറ്റം. മനുഷ്യർക്കാവശ്യം സമാധാനപരമായ ജീവിതമാണെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോകത്തിന്റെ ഏത് കോണിലായാലും മനുഷ്യർ അനുഭവിക്കുന്ന വേദന നമ്മുടേത് കൂടിയാണെന്ന ബോധം സമൂഹത്തിൽ ഉയരണമെന്നും ഉസ്താദ്. മനുഷ്യത്വം മുതൽ മനുഷ്യനെ അപ്രസക്തനാക്കുന്ന നിർമ്മിത ബുദ്ധി വരെ ചർച്ച ചെയ്യുന്നതാണ് കേരള യാത്രയെന്ന് മന്ത്രി P രാജീവ്. കാന്തപുരത്തിന്റെ ദീർഘവീക്ഷണം അത്ഭുതകരമെന്നും മന്ത്രി. എറണാകുളം ജില്ലയുടെ സന്തുലിത വികസനത്തിനായി മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് കേരള യാത്ര. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യം. കേരള യാത്ര ഇനി ഇടുക്കിയിലേക്ക്. സ്വീകരണ സമ്മേളനം തൊടുപുഴയിൽ. ഓക്കെ, അപ്പോൾ പ്രധാന വാർത്തകളുടെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് വ്യൂ എന്ന സെഗ്മെൻ്റാണ്. അതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് റിപ്പോർട്ടർമാർ ചേരുന്നു. ബിജുശങ്കർ, ഉമർ മായനാട്. രണ്ടുപേർക്കും സ്വാഗതം. ബിജു, നമ്മളിപ്പോൾ കൊച്ചിയിലെ സ്വീകരണ സമ്മേളനം കഴിഞ്ഞ് മറൈൻ ഡ്രൈവിലാണുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് കേരള യാത്ര കൊച്ചിയെ സംബന്ധിച്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ പതിവ് പോലെ ഓരോ ജില്ലയിലെത്തുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഏറ്റവും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഈ ജാഥ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ കൊച്ചിയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ജില്ലകളുടെ പുനഃക്രമീകരണം തന്നെയാണ്. അപ്പോൾ മലപ്പുറത്ത് ആ വിഷയം ഉന്നയിപ്പിച്ചപ്പോൾ അത് വലിയ ചർച്ചയായി മാറി. രാഷ്ട്രീയ പാർട്ടികൾ അത് ഏറ്റെടുത്തു. പത്രസമ്മേളനങ്ങളൊക്കെ നിരന്തരം ചോദ്യങ്ങളായി ആ വിഷയം വരികയുണ്ടായി. കാരണം ഇത് അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് ജില്ലകളുടെ പുനഃക്രമീകരണം മാറുകയാണ്. അപ്പോൾ മലപ്പുറത്തെ മാത്രം ഉദ്ദേശിച്ചല്ല, മലപ്പുറത്ത് പറഞ്ഞിരുന്നു കൊച്ചിയെ പോലുള്ള വൻ ജില്ലകളെയും ജനസാന്ദ്രതയുള്ള ജില്ലകളെയും നമുക്ക് പരിഗണിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നിപ്പോ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് തന്നെ ജില്ല വേണം എന്ന അർത്ഥത്തിൽ വ്യക്തമായിട്ട് അത് പറയുകയുണ്ടായി. അത് തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഈ വിഷയം ഉന്നയിക്കാതെ ഒരു മുന്നണിക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അതൊരു കേരളത്തിലൊരു സജീവ ചർച്ചയായി മാറുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഈ ജാഥയുടെ ഏറ്റവും വലിയൊരു ചർച്ചയായി ഉയർത്തി വന്നിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ച് മറ്റു പല കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അത് കൊച്ചിയുടെ വികസനം, കൊച്ചിയുടെ വലിയ വ്യവസായ നഗരമാണ്, വാണിജ്യ നഗരമാണ്. വികസനത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മനുഷ്യരെ പല ഭാഗങ്ങളിൽ നിന്ന് കുടിയിറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം മനുഷ്യരൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അവരുടെ പുനരധിവാസം വളരെ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ നഗര വികസനത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് ചേരികൾ. സ്വാഭാവികമായിട്ടും പുറന്തള്ളപ്പെടുന്ന മനുഷ്യർ വന്നടിയുന്ന പ്രദേശമാണ് ചേരി. അത്തരം ചേരികളിലുള്ള മനുഷ്യന്മാരുടെ പുനരധിവാസത്തെ കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ യാത്രയുടെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചി ഇപ്പം വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ മയക്കുമരുന്നിന്റെ ഒരു വലിയ ഹബ്ബായി സേവ് കൊച്ചി എന്ന മുദ്രാവാക്യം തന്നെ അതിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വലിയ വിഷയമാണ്. കാരണം നമ്മുടെ അക്കാഡമിക് കേന്ദ്രങ്ങളെ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കേന്ദ്രങ്ങളെ, വിദ്യാർത്ഥികളെ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബി വളരെ ശക്തമായി പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് മുൻകരുതൽ വേണം. ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ വേണം. ആ തരത്തിലുള്ള വലിയ ചർച്ച ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സേവ് പെരിയാർ എന്നൊരു ആശയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പെരിയാറിന്റെ വ്യാവസായിക മലിനീകരണം കൊണ്ട് പെരിയാർ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പം അതായത് മനുഷ്യരെ തൊടുന്ന കാതലായ വിഷയങ്ങൾ തന്നെയാണ് കൊച്ചിയിൽ എടുത്തിരിക്കുന്നത്. പെരിയാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാവസായിക മാലിന്യത്തിൽ വന്നടിയുകയും അതിന് ഇരുകരകൾ നേരത്തെ നമ്മുടെ കോഴിക്കോട്ട് മാവൂർ ജാളിയോറാൻസിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന അതേ ദുരന്തം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ. അപ്പൊ അത് അതിന്റെ അനുഭവങ്ങൾക്കുള്ള നേതാക്കന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതിന്റെ ശക്തമായ ഒരു ആവശ്യമായിട്ട് അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയുടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റണം എന്നുള്ള ആവശ്യം. ഏറ്റവും നൂതനമായ കോഴ്സുകൾ, പഠന സൗകര്യങ്ങൾ, സർവകലാശാലകൾ, അത്തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങൾ വരണമെന്നും നമ്മുടെ ബ്രെയിനെ കുറിച്ചൊക്കെ നേതാക്കന്മാർ വളരെ കൃത്യമായി പറയുകയുണ്ടായി. നമ്മുടെ ബ്രെയിൻ ഒഴുകി പോവുകയാണ്. അപ്പൊ അത് തടഞ്ഞു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സംവിധാനങ്ങൾ കൊണ്ടുവരണം. അത്തരത്തിൽ സമഗ്രമായിട്ട് പഠിച്ചിട്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആ മേഖലയിലൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഉമ്മറെ, ഇപ്പം നമ്മള് ഒരുപാട് പരിപാടികൾ എപ്പോഴും കാണുകയും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ.
അപ്പൊ അതില് പലപ്പോഴും വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് കേരളയാത്ര വരുമ്പോൾ ഉണ്ടാകുന്ന സ്വീകരണങ്ങളെ കുറിച്ചാണ്. എന്താണ് ഉമ്മർ അതിൽ കണ്ട ഒരു പ്രത്യേകത? നമ്മൾ ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്നാണല്ലോ പുറപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്ന് ഈ നമ്മളെ കൊച്ചി പറവൂരിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ റോഡിന്റെ പല ഭാഗങ്ങളിലും ആളുകള് ബാനർ വെച്ചിട്ടും കൊടി വെച്ചിട്ടും ഒക്കെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ പറവൂരിലെത്തിയപ്പോ കണ്ടത് 3 ഗ്രാമപഞ്ചായത്ത്, അവിടെ പരിസരത്തുള്ള 3 ഗ്രാമപഞ്ചായത്തിന്റെ സാരഥികളും അവിടുത്തെ ഒരു മുനിസിപ്പൽ ചെയർമാനും അടക്കം ഉള്ള നമ്മുടെ സംഘടനാ നേതാക്കള് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രംഗമാണ്. പിന്നെ എനിക്ക് ഇതിൽ തോന്നിയ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാന് നമ്മുടെ സംഘടനാ രംഗത്തുള്ള പല സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. മൈദനി വൈസനീയം, SSFന്റെ ഗോൾഡൻ ജൂബിലി, പിന്നെ അത് കഴിഞ്ഞിട്ട് കാസർഗോഡ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനമായിരുന്നു. അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ, പിന്നെ അവസാനം നമ്മുടെ പിന്നെ ഹക്കീം സ്ഥാന നേതൃത്വത്തിലുള്ള മാനവ സഞ്ചാരം, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേരള യാത്രയിൽ ഞാൻ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ രീതിയിൽ ഒരു സംഘടനയുടെയോ ഒരു പാർട്ടിയുടെയോ ഒരു യാത്രയാവുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഉണ്ടാവുക. പക്ഷെ ഈ നമ്മുടെ കേരള യാത്രയെ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൊടികളും തോരണങ്ങളും ഒക്കെ ആയിട്ട് സ്വീകരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രംഗം നമ്മുടെ ഇന്നലെ നമ്മൾ തൃശ്ശൂർ കണ്ടു. തൃശ്ശൂർ ആ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ എത്തിയപ്പോ പിന്നെ പലതരത്തിലുള്ള കൊടികളാണ് നമ്മളെ ഈ കേരള യാത്രയെ ആനയിക്കാനും ഉസ്താദിനെ ഒന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ട് വന്നത്. അപ്പോ ഇതില് വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളതെന്ന് വെച്ചാല് പിന്നെ ഒരു കാലത്ത് നമുക്കിപ്പോ ചിത്രങ്ങൾ മാറി, ചരിത്രങ്ങളിലൊക്കെ മാറ്റം വന്നു. എന്നിരുന്നാലും നമ്മള് പിന്നെ ഒരുപാട് ഒഴുകിപ്പോയി. എന്നാലും നമ്മള് ഇത് വിലയിരുത്തുന്ന സമയത്ത് നമ്മളത് പറഞ്ഞു പോകണല്ലോ. അപ്പോ നേരത്തെ നമ്മളുടെ പിന്നെ ഈ ഒരു സംഘടനയോട് എതിർപ്പ് പുലർത്തിയ ആളുകൾ പോലും ഇപ്പോ ഇതിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഇതിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പോലും എന്താണ് സംഭവിച്ചതെന്നൊരു അമ്പരപ്പ് നമുക്ക് പോലും ഉണ്ട്. ഞാൻ ആ കാര്യം ഉസ്താദിന്റെ ഇന്റർവ്യൂവിനകത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങൾ ആണ് ഉഷാറാണ് എന്നും നമ്മുടെ പ്രവർത്തനങ്ങളാണ് ശരിയായതെന്നും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് എതിർത്ത ആളുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു പോയിന്റ് ഉസ്താദ് പറഞ്ഞു. അതെ അതെ അതെ. ഇന്നിപ്പോ നമ്മളെ ഹാരിസ് ബീരാൻ MP അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഈ പട്ടിക്കാട് ജാമിയ നൂരിയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പോകാനായിരുന്നു എനിക്ക് എന്റെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പാണക്കാട് പിന്നെ സാദിഖലി തങ്ങള് ഇവിടെ തന്നെ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം തങ്ങളോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇങ്ങനെ കാന്തപുരത്തിന്റെ സ്വീകരണ പരിപാടി ഉണ്ടല്ലോ, പിന്നെ എറണാകുളത്തുണ്ട്, അതിന് പങ്കെടുക്കണല്ലോ എന്ന് പറഞ്ഞപ്പോ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെയാണ് പങ്കെടുക്കുന്നത്. കുറുക്കോളി മൊയ്തീൻ അല്ലേ, അങ്ങനെ ഏതൊരു MLA ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ടെന്നല്ല. പക്ഷെ നമുക്ക് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും യാത്രയിലില്ല എന്ന് നേതാക്കൾ പലവട്ടം വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. മനുഷ്യർക്കൊപ്പം എന്ന സബ്ജക്ട്, കാരണം ഒരിടത്തും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനകളും നേതാക്കൾ നടത്തിയിട്ടില്ല, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും അതാത് സ്ഥലത്തുണ്ടാകുന്ന വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ല. ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്തില്ല മന്ത്രി രാജീവ്. അപ്പൊ ഈ യാത്രയുടെ സന്ദേശം എന്താണ് വളരെ ആഴത്തിൽ വിശദമായിട്ട് എന്തൊക്കെയായിരുന്നു ഈ യാത്രയുടെ സന്ദേശം എന്നുള്ള കൃത്യമായി പറയുന്നത്. അതായത് വളരെ ദീർഘവീക്ഷണമുള്ള മുദ്രാവാക്യങ്ങളാണ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ പിന്നോട്ട് തള്ളുന്ന രൂപത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വരികയാണ്. അപ്പൊ AI-യുടെ ഏറ്റവും പുതിയ വേർഷൻ വരികയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ആശങ്ക ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു യാത്രയായി ഇത് മാറിയെന്നുള്ളതാണ്. അത് കാന്തപുരം ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. നേരത്തെയും അത്തരത്തിലുള്ള ദീർഘവീക്ഷണങ്ങളുടെ എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയം അത് വളരെ സിമ്പിൾ ആണ്. ആഴത്തിലുള്ള ഒരു സെന്റൻസ് ആണ് എല്ലാവരും പറയുന്നത്. ഹൈബീഡനും പറഞ്ഞു അതേ കാര്യം തന്നെ. ഹൈബീഡനും പറഞ്ഞു, കാരണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും മതവിദ്യാഭ്യാസ രംഗത്തായാലും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുകയും വളരെ വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ഈ സംഘടനയിലൂടെ വരുന്നു, ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ട് വരുന്നു എന്നുള്ളതൊക്കെ ഹൈബീഡ്. അപ്പം രാഷ്ട്രീയ നേതാക്കളായാലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളായാലും ഒക്കെ വളരെ പ്രാധാന്യത്തോടും അത്രയും സൂക്ഷ്മമായിട്ട് ഇതിനെ വിലയിരുത്തുന്നുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്.
ഇടപെടൽ തന്നെയാണ് വലിയ കാര്യമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു വലിയ വിപ്ലവം തന്നെയാണല്ലോ. അപ്പൊ ഈ നേതാക്കന്മാർ വരുമ്പോൾ വിപ്ലവകാരികളെ എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ ആ വിപ്ലവം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാലത്ത് ബിജുവിന് അറിയുമെന്നറിയില്ല, ഒരു കാലത്ത് പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആരും മൈൻഡ് ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അവരെ താഴേക്കിടയിലുള്ള ആളുകളായിട്ട് കണ്ടിരുന്നു അല്ലേ ഉമർ? താഴേക്കിടയിലുള്ള ആളുകളായിട്ട് കണ്ടിരുന്ന ആരും വകവെച്ചിരുന്നില്ല. ഇന്ന് ഏറ്റവും നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്, ഏറ്റവും പ്രൗഢമായിട്ട് ജീവിക്കുന്നത്, ഏറ്റവും ഗാംഭീര്യമായിട്ട് വിഷയങ്ങൾ ഇടപെടുന്നത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർക്ക് ഈ ഒരു ഇസ്സത്ത്, ഈ ഒരു അഭിമാന ബോധം ഉണ്ടാക്കി കൊടുത്തത് ആർക്കും തർക്കമില്ല. മതവിദ്യാഭ്യാസം നടന്ന കുട്ടികളിലെ ആ വസ്ത്രം ധരിച്ച് കുട്ടികളെ കാണുമ്പോൾ ആൾക്കാർക്ക് ബഹുമാനം വരികയാണ്. അത് സർവ്വതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോ ഈ കേരളയാത്ര എന്തായാലും ഉസ്താദിന്റെ മൂന്നാമത്തെ കേരളയാത്രയും ചരിത്രത്തിലേക്ക് അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു ഈ സമയത്തിനുള്ളിൽ തന്നെ. ഇപ്പൊ മലബാറിലെ ജില്ലകളിൽ ഉണ്ടായ വലിയ മുന്നേറ്റം, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് വരുമ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല. വലിയ ജനക്കൂട്ടം എല്ലായിടത്തും ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇതിനെ ആളുകൾ ആ നിലയിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പം വേറൊരു കാര്യം ഉണ്ടായി, മലപ്പുറം ജില്ല പുനഃക്രമീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പലരും വിവാദമാക്കിയിട്ട് എടുത്തു. പക്ഷെ ഇന്ന് എറണാകുളം ജില്ല പുനഃക്രമീകരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊരു മലപ്പുറം ജില്ലക്ക് വേണ്ടി മാത്രമുള്ള ലക്ഷ്യം വിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയെ ലക്ഷ്യമിട്ട് പറഞ്ഞതല്ല, മൊത്തത്തിൽ ഒരു പുനഃക്രമീകരണം ആവശ്യമാണ് എന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ചെയ്തത് മനസ്സിലാവുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് വിശദമായിട്ട് വാർത്തയിലേക്ക് പോകാൻ. രണ്ടുപേർക്കും നന്ദി. അപ്പോൾ വാർത്തകൾ വിശദമായിട്ട് നോക്കാം. പൗരാണിക കാലം മുതൽ അറേബ്യൻ കപ്പലുകൾ അറിവിൻ്റെയും പൈതൃകത്തിൻ്റെയും സന്ദേശവുമായി നങ്കൂരമിട്ട കൊച്ചി തീരത്ത് ഇന്ന് സ്നേഹത്തിൻ്റെ പുതിയൊരു ചരിത്രം രചിക്കപ്പെട്ടു. ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര 11ാം ദിനം എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ നഗരം കണ്ടത് ശക്തമായ ജനമുന്നേറ്റമാണ്. വ്യവസായങ്ങളുടെയും അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയും തിരക്കിനിടയിൽ മനുഷ്യത്വമെന്ന വികാരം നഷ്ടപ്പെട്ടുകൂടാ എന്ന വലിയ പ്രഖ്യാപനവുമായാണ് യാത്ര കൊച്ചിയുടെ ഹൃദയത്തിലൂടെ പര്യടനം നടത്തിയത്. രാവിലെ എറണാകുളം ജില്ലാതിർത്തിയായ നോർത്ത് പറവൂരിൽ പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ്, കരുമാല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ മുജീബ്, ആലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ബി ജബ്ബാർ, കോട്ടുവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എച്ച് ജമാൽ തുടങ്ങിയവരും ജില്ലാ നേതാക്കളും ചേർന്ന് യാത്രയെ സ്വീകരിച്ചു. ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് യാത്രാ ഉപനായകരായ ഖലീൽ തങ്ങളെയും പേരോട് ഉസ്താദിനെയും മറ്റു പണ്ഡിതന്മാരെയും ജില്ലയിലേക്ക് ആനയിച്ചത്. വൈകുന്നേരം എറണാകുളം ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കൊച്ചി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉറച്ച ശബ്ദങ്ങൾ റാലിയിൽ മുദ്രാവാക്യങ്ങളായി മുഴങ്ങി. മുൻനിരയിൽ ജില്ലാ നേതാക്കളും തൊട്ടുപിന്നിൽ കാന്തപുരം ഉസ്താദിന്റെയും ഉപനേതാക്കളുടെയും വാഹനവ്യൂഹവും അതിനു പിന്നിലായി 313 സെന്റിനറി ഗാർഡുകളുടെ പരേഡുമായാണ് റാലി നീങ്ങിയത്. വഴിയോരങ്ങളിൽ നിരവധി പേരാണ് അഭിവാദ്യങ്ങളുമായി തടിച്ചുകൂടിയത്. ടൗൺ ഹാളിൽ നിന്ന് ബാനർജി റോഡ് വഴി നീങ്ങിയ റാലി ഷൺമുഖം റോഡിൽ പ്രവേശിച്ച് മറൈൻ ഡ്രൈവിലെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നഗരിയിൽ സമാപിച്ചു. മറൈൻ ഡ്രൈവിലെ വിശാലമായ മൈതാനം ജനസമുദ്രമായി പരിണമിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പണ്ട് സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും പകർന്നു നൽകിയ സഹിഷ്ണുതയുടെ പാരമ്പര്യം ഇന്നും കൊച്ചിയുടെ മണ്ണിൽ ഭദ്രമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു സമ്മേളനത്തിലെ ജനപങ്കാളിത്തം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം മെട്രോ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഇടിമുഴക്കം സൃഷ്ടിച്ചു. സാംസ്കാരിക നായകർ, രാഷ്ട്രീയ പ്രതിനിധികൾ, വിവിധ മതനേതാക്കൾ എന്നിവർ സംബന്ധിച്ച സമാപന സമ്മേളനം കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനവിക സംഗമമായി മാറി. ന്യൂസ് ബ്യൂറോ, സിറാജ് ലൈവ്. ലോകത്തിന്റെ ഏത് കോണിലായാലും മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമ്മുടേത് കൂടിയാണെന്ന ബോധം സമൂഹത്തിൽ ഉയരണമെന്നും മനുഷ്യർക്ക് ആവശ്യം സമാധാനപരമായ ജീവിതമാണെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്ത് നയിക്കുന്ന കേരളയാത്രയ്ക്ക് എറണാകുളം മറൈൻ ഡ്രൈവിൽ നൽകിയ ഉജ്ജ്വല സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത ഒരവസ്ഥ വിശേഷം രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ച് അടക്കി പരമാധികാര രാജ്യങ്ങളെയെല്ലാം ഒതുക്കി അമർത്തി മുഴുവൻ ജനങ്ങളെയും കയ്യിലൊതുക്കണമെന്ന ആഗ്രഹത്തിൽ അക്രമങ്ങളും അനീതിയും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് എതിരിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ്
നമുക്ക് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത് എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് എറണാകുളം ടൗണിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എറണാകുളം ഒരു മെട്രോ സിറ്റി ആണ്. ഏത് നിരക്കുമുള്ള പുരോഗതിയും ഉയർച്ചയും കൊണ്ടുവരൽ അനിവാര്യമായ ഒരു സിറ്റി. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് പതിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മെട്രോ നഗരമായി വളരുമ്പോഴും എറണാകുളം അതിൻ്റെ മാനുഷിക മുഖം കൈവിടരുത്. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന വികസന മാതൃകയാണ് നഗരത്തിന് വേണ്ടതെന്നും കാന്തപുരം ഉസ്താദ് ഓർമ്മിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണം. എറണാകുളത്തെ വ്യവസായ സാധ്യതകളെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നാട്ടിൽ തന്നെ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വി എച്ച് അലിദാരിമി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തി. എംപിമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, MLA-മാരായ ജെ മാക്സി, PV ശ്രീനിജൻ, TJ വിനോദ്, അൻവർ സാദത്ത്, എൽദോസ് കുന്നപ്പള്ളി, സ്വാമി ധർമ്മ ചൈതന്യ, ഫാദർ പോൾ തേലക്കാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഒരു ഇടവേള. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. ക്രിസാലിസ് ലേണിംഗ് ആപ്പ്. യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് എൻഡ്സ് ഹിയർ. കോൺടാക്ട് 8086551999. മനുഷ്യത്വം മുതൽ മനുഷ്യനെ അപ്രസക്തമാക്കുന്ന നിർമ്മിത ബുദ്ധി വരെ ചർച്ച ചെയ്യുന്നതാണ് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന കേരള യാത്രയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരീക്ഷണ മൂലധനം അഥവാ സർവീലിയൻസ് ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന കേരള യാത്ര എത്രമാത്രം ദീർഘവീക്ഷണത്തോടെയാണ് ഓരോ വിഷയങ്ങളിലൂടെയും കടന്നുപോകുന്നത് എന്നത് അത്ഭുതകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഏതെങ്കിലും ഒരു തലത്തിനകത്ത് മാത്രം പരിമിതപ്പെടുന്ന ഒന്നായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പുതിയ കാലത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും ഇത് അഭിസംബോധന ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഇതിനകത്ത് നോക്കിയപ്പോൾ നിർമ്മിത ബുദ്ധി മുതൽ സർവൈലൻസ് ക്യാപിറ്റലിസം, വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് സർവൈലൻസ് ക്യാപിറ്റലിസം, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. എങ്ങനെ മനുഷ്യൻ അപ്രസക്തനാകുന്നു, മനുഷ്യബുദ്ധിയാണോ നിർമ്മിത ബുദ്ധിയാണോ ആധിപത്യം ലഭിക്കാൻ പോകുന്നത്? ഇപ്പോൾ ശാസ്ത്രം ന്യൂറോലിങ്ക് വരെ, ഇയോൺ മാസ്കിൻ്റെ ന്യൂറോലിങ്കാണ്. തലയ്ക്കകത്ത് റോബോട്ടുകൾ ഒരു ലിങ്ക്, ന്യൂറോ ലിങ്ക് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ TV പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന പോലെ വേണമെങ്കിൽ നിയന്ത്രിക്കാം. ഇപ്പോൾ പാർക്കിൻസൺസൊക്കെ ഉള്ള കിടപ്പ് രോഗികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ നാളെ എങ്ങോട്ട് പോകും എന്നുള്ള ആശങ്കകൾ ഒരു വശത്ത് നിൽക്കുകയാണ് ശാസ്ത്രത്തിൻ്റേത്. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധിക്ക് ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യനെ തന്നെ അപ്രസക്തനാക്കുന്ന രൂപത്തിലേക്ക് നിർമ്മിത ബുദ്ധി വരുമോ? അപ്പം അത്തരം ചർച്ചകളൊന്നും സാധാരണഗതിയിൽ ഒരു സംഘടനയുടെ, പ്രത്യേകിച്ചും ഒരു സാമുദായികമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന സംഘടനയുടെ സമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗമായി വരുമെന്നാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പക്ഷേ നിങ്ങളുടെ ഈ ജാഥയുടെ ഭാഗമായി കൊണ്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ യന്ത്രങ്ങൾ എത്ര റീപ്ലേസ് ചെയ്താലും മനുഷ്യന് പകരമാകുമോ? അതിലാണ് ഈ നിരീക്ഷണ മുതലാളിത്തം, അതാണ് സർവൈലൻസ് ക്യാപിറ്റലിസം. അത് ആധുനിക കാലത്ത് ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ഇത്തരം ജാഥകളുടെ ഭാഗമാകാൻ സാധ്യതയില്ല എന്ന ആളുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നിങ്ങൾ ഈ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടുള്ളത്? കാന്തപുരം ഉസ്താദിന്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം എല്ലാ കാലത്തും മനുഷ്യരോടൊപ്പമായിരുന്നു എന്ന് വ്യക്തമാകുമെന്ന് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തിയെന്നും MP വ്യക്തമാക്കി. ഇന്ന് വാസ്തവത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ സന്നദ്ധാന സമ്മേളനത്തിൻ്റെ സമാപനമാണ്. വലിയ സമ്മേളനം നടക്കുകയാണ്. അവിടെ ഞാൻ പോകേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള എൻ്റെ പ്രിയ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെടുത്ത് പറഞ്ഞു, ഇന്നാണ്
ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ യാത്ര എറണാകുളത്ത് എത്തുന്നത് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഉസ്താദിൻ്റെ യാത്രയിലാണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പട്ടിക്കാട് ജാമിയയുടെ സമ്മേളനത്തിൽ പോകേണ്ട ഒരു വ്യക്തിയാണ്. എന്തായാലും ഇന്നത്തെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ യാത്രയുടെ പ്രമേയം തന്നെയാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ പ്രമേയം, ഉസ്താദിൻ്റെ എന്ത് മാന്ത്രിക ശക്തി കൊണ്ട് കൂടിയിട്ടാണ് ഈ പ്രമേയം കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ നമ്മൾ സമ്മേളനങ്ങൾ കാണാറുണ്ട് വലിയ രീതിയിലുള്ള പ്രമേയങ്ങളെല്ലാം. ഇത് ഒരു ചെറിയ വാക്ക്, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വാക്ക്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിൻ്റെ ജീവിതം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എപ്പോഴും മനുഷ്യർക്കൊപ്പം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ അത് രോഗികൾക്കൊപ്പമായിരിക്കും, പാവപ്പെട്ടവർക്ക് ഒപ്പമായിരിക്കും, നമുക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി അവരുടെ ഒപ്പമായിരിക്കും. അങ്ങനെ നിരാലംബരായിട്ടുള്ള ആളുകളുടെ ഒപ്പം, അശരണരായിട്ടുള്ള ആളുകളുടെ ഒപ്പമായിരിക്കും ഈ ഒപ്പം എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ലോകം ആവശ്യപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന കാന്തപുരം ഉസ്താദിന്റെ ദീർഘവീക്ഷണം പ്രശംസനീയമാണെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. കാന്തപുരം ഉസ്താദിന്റെ മുൻകൈയിൽ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനത്തോടൊപ്പം കേരളത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കേരള യാത്രയുടെ ബഹുമാന്യനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങി സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടും ഉത്തരവാദിത്വവും എല്ലാം വിശദീകരിക്കുന്ന, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ നിരന്തരമായ ഇടപെടലുകൾ, ആതുര സേവന രംഗത്തെ നിരന്തരമായ ഇടപെടലുകൾ, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പടുത്തുയർത്താൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ഈ ലോകം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസത്തിലേക്ക് പുതിയ തലമുറയെ കൈ പിടിച്ച് കൂടെ നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഉസ്താദിൻ്റെ മുഴുവൻ നേതൃത്വത്തിലുമുള്ള സ്ഥാപനങ്ങൾ, കാന്തപുരം ഉസ്താദിൻ്റെ ദീർഘവീക്ഷണമാണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിൽ മതപഠനം മാത്രമല്ല, സമൂഹത്തിൽ എങ്ങനെ നല്ല ഒരു മനുഷ്യനായി വളരാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ജാതി മതചിന്തകൾക്കപ്പുറം സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചു കഴിഞ്ഞതായി അൻവർ സാദാത്ത് MLA പറഞ്ഞു. മനുഷ്യരെ സ്നേഹിക്കാനുള്ള ഖുർആൻ പ്രഖ്യാപനം ഏറ്റെടുത്താണ് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനായ കാന്തപുരം ഉസ്താദ് മതപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മതാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ മതവിശ്വാസങ്ങളെക്കുറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ഉസ്താദ് അവர்கள் സമൂഹത്തിൻ്റെ നാനാ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട്, അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനപ്പുറം ഉസ്താദിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് ഒരു കേരള യാത്ര അദ്ദേഹം നയിച്ചിരുന്നു. ആ കേരള യാത്രയിലും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്ന് വെച്ചാൽ ആ മുദ്രാവാക്യം സമൂഹത്തിൻ്റെ വിവിധ വിഷയങ്ങൾ, കുടിവെള്ളമില്ലാത്ത വിഷയങ്ങൾ അത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തും. സമൂഹത്തിലെ ജനങ്ങളുടെ എന്തൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധിയൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണ നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ള വലിയ കാഴ്ചപ്പാട് കൂടിയാണ് അദ്ദേഹം പല ദൗത്യവും ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളുടെയും പേരിൽ മനുഷ്യർ തമ്മിലടിക്കുകയും അകന്നു നിൽക്കുകയും ചെയ്യുന്ന കാലത്ത് പരസ്പരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് യാത്രയിലൂടെ കാന്തപുരം ലക്ഷ്യം വെക്കുന്നതെന്ന് TJ വിനോദ് MLA പറഞ്ഞു. അതുകൊണ്ടാണ് ഈ റാലിയിൽ 10,000 തടിച്ചുകൂടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി കായലിലെ ഓളങ്ങൾ തലോടുന്ന ഈ മറൈൻ ഡ്രൈവിൽ 10,000 ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ഉസ്താദ് ഉയർത്തുന്ന മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മുദ്രാവാക്യമാണ് അഭിമന്യ ഉസ്താദ് ഈ യാത്രയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്.
ഇന്ന് നമ്മുടെ രാജ്യത്ത് പരസ്പരം മനുഷ്യൻ തമ്മിലടിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാതിയുടെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ പോലും ഇന്ന് സമൂഹം വല്ലാതെ അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യർക്കൊപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് ഈ ജാഥയുമായി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജാഥയിൽ 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടാൻ ഇടയായിട്ടുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ചിന്തകൾക്ക് പകരം കണക്കുകൂട്ടലുകൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു. ജർമ്മനിയിൽ നാസി പാർട്ടിയുടെ ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ അന്തരീക്ഷം മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ മനുഷ്യരെന്ന അവകാശങ്ങൾ തിരിച്ചറിയാനുള്ള യാത്രയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക്, അതും മാത്രമല്ല ലോകത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ജാതി നോക്കി, ദേശീയത നോക്കി, വർഗം നോക്കി ആളുകളെ വേർതിരിക്കുന്ന ഒരു മനോഭാവം വളർത്തുകയാണ്. കയ്യിൽ പശുമാംസമുണ്ടെങ്കിൽ ആരെയും തല്ലിക്കൊല്ലാമെന്നും ഏറെ വീടും ബുൾഡോസർ വെച്ചിടിച്ചു തകർക്കാമെന്നും കരുതുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വസന്ത നമ്മെ ബാധിച്ചിരിക്കുന്ന തിരിച്ചറിവിൽ ഈ ഉസ്താദ് അവറുകൾ ഇങ്ങനെയൊരു സംരംഭം നടത്തുന്നത് അനിവാര്യമാണ്, ശ്ലാഘനീയമാണ്. അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും മതിയാകുകയില്ല. ഒരിടവേള കൂടി. waytonikah.com, the exclusive Muslim matrimonial site. എറണാകുളം ജില്ലയുടെ സന്തുലിത വികസനത്തിനായി മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും കേരളയാത്ര 11ാം ദിവസത്തിലേക്ക് പ്രവേശിച്ച യാത്രയുടെ ഭാഗമായി കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് നേതാക്കൾ ജില്ലയുടെ വികസനത്തിനായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. കൊച്ചി മഹാനഗരത്തിനൊപ്പം മലയോര കാർഷിക മേഖലകളുടെ വികസനം കൂടി ഉറപ്പാക്കാൻ ജില്ലാ പുനഃക്രമീകരണം അനിവാര്യമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എറണാകുളത്തെ അന്താരാഷ്ട്ര എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ സർക്കാർ മുൻകൈയെടുക്കണം. കൊച്ചിയിലെ IT പാർക്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ അടിച്ചമർത്താൻ സേവ് കൊച്ചി പദ്ധതി നടപ്പിലാക്കണം. പെരിയാറിലെ വ്യാവസായിക മലിനീകരണം തടയാൻ കർശനമായ സേവ് പെരിയാർ പദ്ധതിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് ഏകീകരിക്കുക, ചെല്ലാനം ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ സുരക്ഷിതമായ പാർപ്പിട പദ്ധതികൾ നടപ്പിലാക്കുക, നഗരത്തിലെ മാലിന്യ സംസ്കരണവും റോഡ് വികസനവും ശാസ്ത്രീയമായി പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നേതാക്കൾ ഉന്നയിച്ചു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, CP സൈദൽവി മാസ്റ്റർ, CT ഹാഷിം തങ്ങൾ, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോഴും സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികൾക്ക് സ്വപ്നമായി മാറുന്ന സാഹചര്യമാണെന്നും ഇത്തരം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കേരള മുസ്ലിം ജമാഅത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്നും എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മുബാസ് ഓടക്കാളി കേരളയാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹവിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം വരാൻ ആവശ്യമായ ഇടപെടലുകൾ വേണം. മഹല്ല് ശാക്തീകരണത്തിന് നേതൃത്വം നൽകണം. കൊച്ചി നഗരത്തിലെ മലിന വായു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നീ ആവശ്യങ്ങളും സ്നേഹവിരുന്നിൽ ഉയർന്നു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശ്രീജിത്ത്, NCP സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോ ജോസഫ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ജലീൽ, മൈനോറിറ്റി കോൺഗ്രസ് സ്റ്റേറ്റ് ചെയർമാൻ TN സക്കീർ ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ജിൻഷാദ് ജിനാസ്, മുൻ വഖഫ് ട്രിബ്യൂണൽ അംഗം ഹസൻ, അഭിഭാഷകരായ റഫീഖ്, കബീർ, TPM ഇബ്രാഹിം, ഹക്കീം ഷാ, ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഇസ്ഹാഖ് എടവനക്കാട്, ബാബു ആലങ്ങാട്, സിറാജ് ചേരാനല്ലൂർ എന്നിവർ പ്രസംഗിച്ചു.
മനുഷ്യത്വം എന്ന മഹത്തായ മുദ്രാവാക്യമുയർത്തി കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര നാളെ ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. 12ാം ദിവസമായ നാളെ രാവിലെ 9 മണിക്ക് അച്ഛൻ കവലയിൽ വെച്ച് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന യാത്രയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് പകൽ 11 മണിക്ക് തൊടുപുഴയിൽ സ്നേഹവിരുന്ന് നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിരുന്നിൽ സംബന്ധിക്കും. വൈകുന്നേരം 4 മണിക്ക് തൊടുപുഴ നഗരത്തിൽ ജാഥാ സ്വീകരണം നടക്കും. 313 അംഗ സെന്റിനറി ഗാർഡുകളുടെ അകമ്പടിയോടെ നടക്കുന്ന റാലി നഗരത്തെ പ്രകമ്പനം കൊള്ളിക്കും. 5 മണിക്ക് തൊടുപുഴ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ വെച്ച് സ്വീകരണ സമ്മേളനം നടക്കും. ജാഥാ നായകൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഉപനായകർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിക്കും. ഇടുക്കിയുടെ കാർഷിക പ്രശ്നങ്ങളും കുടിയേറ്റ ജനതയുടെ പ്രതിസന്ധികളും യാത്രയുടെ ഭാഗമായി ചർച്ചയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി കായൽ തീരത്ത് മാനുഷിക സ്നേഹത്തിന്റെ പുതുചരിത്രമെഴുതി കേരളയാത്ര. മറൈൻ ഡ്രൈവിൽ വൻ ജനമുന്നേറ്റം. മനുഷ്യർക്കാവശ്യം സമാധാനപരമായ ജീവിതമാണെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ലോകത്തിന്റെ ഏത് കോണിലായാലും മനുഷ്യർ അനുഭവിക്കുന്ന വേദന നമ്മുടേത് കൂടിയാണെന്ന ബോധം സമൂഹത്തിൽ ഉയരണമെന്നും ഉസ്താദ്. മനുഷ്യത്വം മുതൽ മനുഷ്യനെ അപ്രസക്തനാക്കുന്ന നിർമ്മിത ബുദ്ധി വരെ ചർച്ച ചെയ്യുന്നതാണ് കേരളയാത്രയെന്ന് മന്ത്രി പി രാജീവ്. കാന്തപുരത്തിന്റെ ദീർഘവീക്ഷണം അത്ഭുതകരമെന്നും മന്ത്രി. എറണാകുളം ജില്ലയുടെ സന്തുലിത വികസനത്തിനായി മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് കേരളയാത്ര. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യം. കേരളയാത്ര ഇനി ഇടുക്കിയിലേക്ക്. സ്വീകരണ സമ്മേളനം തൊടുപുഴയിൽ. ഓക്കെ, ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞതുപോലെ സിറാജ് ലൈവിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ വലിയ തോതിൽ സിറാജ് ലൈവിൻ്റെ വാർത്തകളെ സ്വീകരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ആ സന്തോഷം പങ്കുവെക്കുകയാണ്. പിന്നെ കേരളയാത്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു യാത്രയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. ഇനിയുള്ള ജില്ലകൾ, അവിടെ ഓരോരുത്തരും കഴിയാവുന്നവരൊക്കെ ആ യാത്രയിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. കാരണം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാമത്തെ ഒരു കേരള യാത്രയാണ്. അത് മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വലിയ പങ്കാളിത്തം, ആ യാത്രക്ക് വലിയൊരു ഐക്യദാർഢ്യം നമ്മുടെ ഭാഗത്ത് ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാം അതിന് സജ്ജമായിട്ട് നിൽക്കുകയാണെന്ന് അറിയാം. കാരണം എല്ലായിടത്തും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള യാത്ര നെഞ്ചേറ്റി പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ ജില്ലകളിലൊക്കെ ആ ആവേശം അലതല്ലുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ വരും ജില്ലകളിലേക്കും വരുന്നത്. അപ്പോൾ സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ്. നന്മഴകായി വെൺമുകിലായി കേരളയാത്ര